ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനത്താവളമായ പുന്നത്തൂർ കോട്ടയാണിത്. ഗുരുവായൂരിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരം പൊന്നാനി റൂട്ടിലാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഈ ആനക്കോട്ടയുള്ളത്. വിശാലമായ കുളങ്ങൾ, 2 ക്ഷേത്രങ്ങൾ, ഒരു വലിയ കൊട്ടാരം, അതിനോടനുബന്ധിച്ചുള്ള ഓഫീസ് മുറികൾ എന്ന് വേണ്ട ഏതാണ്ട് 18 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഈ ആനത്താവളമുള്ളത്. ഇവിടെ ഇപ്പോൾ ദേവസ്വത്തിൻ്റെ 38 ആനകളാണ് ഇവിടെ പാർപ്പിച്ചിട്ടുള്ളത്. ഇത് ദേവസ്വത്തിൻ്റെ ഓഫീസാണ്. ആനകൾക്കുള്ള തീറ്റ, പനമ്പട്ട ആണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. 38 ആനകളാണ് ഗുരുവായൂർ ദേവസ്വത്തിലുള്ളത്. അതിൽ 4 ആനകൾ പിടിയാനകളാണ്. ബാക്കി ഒരാന മോഴയാനയാണ്. ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു മോഴയാനയുണ്ട്. ബാക്കി 34 ആനകളും കൊമ്പന്മാരാണ്. ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ആനക്കോട്ടയിലെ, പുന്നത്തൂർ കോട്ടയിലെ കോവിലകമാണ് കാണുന്നത്. ആ കോവിലകത്തിൻ്റെ റിനോവേഷൻ വർക്ക് നടക്കുകയാണ്. അതിനോട് ചേർന്നിട്ടുള്ള ഭഗവതി ക്ഷേത്രമാണ് ഇപ്പുറത്ത് വലതുവശത്ത് കാണുന്നത്. നമുക്കറിയാം, ഗുരുവായൂർ ദേവസ്വത്തിൽ ഒരു കാലത്ത് 66 ആനകൾ വരെ ഉണ്ടായിരുന്നു. ഒരു 10 വർഷം ആയിട്ട് ആനകളെ ഗുരുവായൂർ ദേവസ്വത്തിൽ നടയിരുത്തുന്നില്ല. നിയമപരമായ ചില തടസ്സങ്ങളുള്ളതുകൊണ്ടാണ് നടയിരുത്താത്തത്. ഇപ്പോൾ ബാക്കി വരുന്ന ആനകളാണ് ഇവിടെ ഉള്ളത്. ഇത് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആനയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആനയാണ് രാധാകൃഷ്ണൻ. ഇത് കൊമ്പൻ നന്ദനാണ്. നന്ദനെ നമുക്കറിയാം, ഏഷ്യയിലെ ഏറ്റവും ഭാരം കൂടിയ ആനയാണ് നന്ദൻ. ഗുരുവായൂർ ക്ഷേത്രത്തിലും തൃശ്ശൂർ പൂരത്തിലുമെല്ലാം എഴുന്നള്ളിപ്പുകളിലെ നായകനാണ് നന്ദൻ. നന്ദൻ ഇപ്പോൾ മതപ്പാടിലാണ്. നന്ദനാണ് പാറമേക്കാവ് വിഭാഗത്തിന് വേണ്ടി തൃശ്ശൂർ പൂരത്തിൽ തിടമ്പേറ്റുന്നത്, കോലമേറ്റുന്നത് നന്ദനാണ്. അപ്പോൾ നന്ദൻ വിശ്രമത്തിലാണ് ആനക്കോട്ടയിൽ. ഇത് സുരേഷ് ഗോപി നടയിരുത്തിയ ലക്ഷ്മീകൃഷ്ണ എന്ന് പറയുന്ന ആനയാണ്. അങ്ങനെ 38 ആനകൾ ഈ ദേവസ്വത്തിൻ്റെ ആനക്കോട്ടയിലുണ്ട്. ആനക്കോട്ട കാണാൻ വേണ്ടി ഓരോ ദിവസവും ഒട്ടേറെ സന്ദർശകരാണ് എത്തുന്നത്. ഇപ്പോൾ ദേവസ്വത്തിൻ്റെ ആനക്കോട്ടയായിട്ടുള്ള പുന്നത്തൂർ കോട്ട ഒരു കാലത്ത് പുന്നത്തൂർ രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്നു. പുന്നത്തൂർ രാജാക്കന്മാരെന്ന് പറയുന്നത് തലപ്പള്ളി രാജവംശത്തിൽപ്പെട്ടിട്ടുള്ള ചിറളയം, കക്കാട്, ഐനിക്കൂർ, പുന്നത്തൂർ എന്ന 4 വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. കുന്നംകുളം ആസ്ഥാനമായിട്ടുണ്ടായിരുന്നത്. കൊച്ചി രാജാക്കന്മാരുടെ ആസ്ഥാനം ഒരു കാലത്ത് പെരുമ്പടപ്പായിരുന്നു. പെരുമ്പടപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മലപ്പുറം ജില്ലാ അതിർത്തിയായിട്ടുള്ള സ്ഥലമാണ് പെരുമ്പടപ്പ്. ആ പെരുമ്പടപ്പിലായിരുന്നു കൊച്ചി രാജാക്കന്മാരുടെ ആസ്ഥാനം. അവർ പുന്നത്തൂരിനെ ആക്രമിക്കുകയും അവരും സാമൂതിരിയായിട്ടുണ്ടായ യുദ്ധത്തിൽ പുന്നത്തൂര് സാമൂതിരിയുടെ പക്ഷം ചേർന്നു. അതോടുകൂടി പുന്നത്തൂര് സാമൂതിരി രാജാവിൻ്റെ ആശ്രിതന്മാരായിട്ട് മാറി, സാമന്തന്മാരായിട്ട് മാറി. പുന്നത്തൂർ രാജാക്കന്മാർക്ക് സാമൂതിരി സവിശേഷ അധികാരങ്ങൾ നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുന്നത്തൂർ രാജാക്കന്മാർക്ക് പ്രത്യേക അധികാരങ്ങളുണ്ടായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഉത്സവം ആറാം വിളക്ക് ഉത്സവം നടത്തിയിരുന്നത് പുന്നത്തൂർ തമ്പുരാക്കന്മാരാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് മൊഴയത്ത് മാളിക എന്നറിയപ്പെടുന്ന ഒരു മാളിക പുന്നത്തൂർ രാജാക്കന്മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ സവിശേഷമായ അധികാരങ്ങളോട് കൂടിയിട്ട് പുന്നത്തൂർ രാജവംശം നിലനിന്ന് വരികയായിരുന്നു. രാജാധികാരമൊക്കെ നഷ്ടപ്പെട്ട കാലത്ത് ഈ 100-ലേറെ വരുന്ന അവകാശികൾ തമ്മിൽ ഈ വസ്തു സംബന്ധിച്ചുള്ള കുറച്ച് ആശയവിനിമയത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു. അവസാനം എല്ലാവരും കൂടിയത് ഗുരുവായൂർ ദേവസ്വത്തിന് കൊടുക്കാമെന്ന് തീരുമാനിക്കുകയും ഗുരുവായൂർ ദേവസ്വം 1 ലക്ഷത്തിലേറെ രൂപ കൊടുത്തിട്ട് അന്ന് 9 ഏക്കർ സ്ഥലം ഗുരുവായൂർ ദേവസ്വം വാങ്ങുകയും ചെയ്തു. അതുവരെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനപ്പറമ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ക്ഷേത്രം തെക്കേ നടയിലുള്ള ശ്രീവത്സം ഗസ്റ്റ് ഹൗസൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് കോവിലകം പറമ്പിലാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനപ്പറമ്പായിരുന്നത്. അവിടെയായിരുന്നു ആനകൾ നിന്നിരുന്നത്. 26 ആനകൾ, കേശവനും ലക്ഷ്മിക്കുട്ടിയൊക്കെ അടക്കം 26 ആനകൾ അക്കാലത്തുണ്ടായിരുന്നു. 1975 ജൂൺ 26
ഈ ആനക്കോട്ട പുന്നത്തൂർ കോട്ടയിലേക്ക് മാറ്റി, ആനത്താവളം പുന്നത്തൂർ കോട്ടയിലേക്ക് മാറ്റി ഗജരാജൻ ഗുരുവായൂർ കേശവൻ്റെ നേതൃത്വത്തിൽ വലിയ എഴുന്നള്ളിപ്പായിട്ട് കോവിലകം പറമ്പിൽ നിന്ന് പുറപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്രത്തെ വലം വെച്ച് പടിഞ്ഞാറ നടയിലൂടെ ഇന്ന് കാണുന്ന പുന്നത്തൂർ കോട്ടയുടെ കിഴക്കേ പറമ്പിലൂടെയാണ്, കിഴക്കേ വഴിയിലൂടെയാണെന്ന് ഈ പുന്നത്തൂർ കോട്ടയിലേക്ക് ആനകൾ എത്തിയത്. അന്ന് ഇന്ന് കാണുന്ന പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ പൊന്നാനി തമ്പുരാൻപടി, ഗുരുവായൂർ തമ്പുരാൻപടി പൊന്നാനി ഈ സംസ്ഥാന പാത അന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ആനക്കോട്ടയായിട്ട് പുന്നത്തൂർ കോട്ട മാറുന്നത്. പുന്നത്തൂർ രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ വളരെ അധികാരം ഉണ്ടായിരുന്ന ആളുകളായിരുന്നു അവർ. അവരുടെ ഭരദേവതാ ക്ഷേത്രമുണ്ട് തൊട്ടടുത്ത്, ആൽക്കൽ ബ്രഹ്മരാക്ഷസൻ ക്ഷേത്രം എന്ന് പറയും. ഇതാ അവരുടെ ഒരു ക്ഷേത്രക്കുളമാണ്. 2 ക്ഷേത്രങ്ങൾ ഈ ആനക്കോട്ടയ്ക്കകത്തുണ്ട്. ഒന്നൊരു ശിവവിഷ്ണു ക്ഷേത്രവും അതിൻ്റെ റെനോവേഷൻ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആനക്കോട്ടയ്ക്കകത്തുള്ള ശിവവിഷ്ണു ക്ഷേത്രത്തിൻ്റെ റെനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നൊരു ഭഗവതി ക്ഷേത്രം നമ്മൾ ആദ്യം കണ്ടു, കോട്ടയുടെ വടക്ക് ഭാഗത്തായിട്ടുള്ള ഭഗവതി ക്ഷേത്രം കണ്ടു. ഇത് ഇന്ദ്രസൻ എന്ന് പറയുന്ന കൊമ്പനാണ്. ഇന്ദ്രസൻ ഗുരുവായൂർ ദേവസ്വത്തിലെ നന്ദൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം ആരാധകരുള്ള പാപ്പാനാണ്, ഏറ്റവും കൂടുതൽ എഴുന്നള്ളിപ്പുകളുള്ള പാപ്പാനാണ്. ഏറ്റവും കൂടുതൽ എഴുന്നള്ളിപ്പുകളുള്ള ആനയാണ് ഇന്ദ്രസൻ. പാപ്പാൻ എന്ന് തെറ്റി പറഞ്ഞു. ഏറ്റവും കൂടുതൽ എഴുന്നള്ളിപ്പുകളുള്ള ആനയാണ് ഇന്ദ്രസൻ. ഇതാണ് ഗുരുവായൂർ ക്ഷേത്ര പുന്നത്തൂർ കോവിലകത്തെ ശിവവിഷ്ണു ക്ഷേത്രം. അവിടുത്തെ റിനോവേഷൻ വർക്ക് നടക്കുകയാണ്. മൊത്തം പൊളിച്ചു പണിത് പുതിയ ക്ഷേത്രമായിട്ട് നിർമ്മിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രസൻ കാണാൻ സുന്ദരനായിട്ടുള്ളൊരു ആനയാണ്. ഇത് മഹാരാഷ്ട്രക്കാരനായിട്ടുള്ള ഒരാളാണ് ഈ ആനയെ നടയിരുത്തിയത്. അതുകൊണ്ടാണ് ഈ ആനയ്ക്ക് ഇന്ദ്രസൻ എന്ന് പേര് വന്നത്. ഈ പേരുള്ള മറ്റൊരു ആന ഉണ്ടാവില്ല. ഈ ആനയെ കണ്ടെത്തിയത് നമ്മുടെ പ്രശസ്ത കഥാകൃത്തായിട്ടുള്ള MT വാസുദേവൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായിരുന്നു പ്രേംചാന്ദിനി ഇന്ദ്രസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ. അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു ആനയെ നടയിരുത്തണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ഈ ആനയെ കണ്ടെത്തിയത് ശരിക്കും പറഞ്ഞാൽ MT വാസുദേവൻ നായരാണ്. അപ്പോൾ ഇന്ന് ഉത്സവകാലത്ത് ഏറ്റവും കൂടുതൽ എഴുന്നള്ളിപ്പുകളുള്ളൊരു ആനയാണ് ഇന്ദ്രസൻ. ഇന്ദ്രസൻ വിശാലമായിട്ട് തേച്ച് കുളിയാണ്, ഉച്ച കഴിഞ്ഞിട്ടുള്ള നനയ്ക്കലാണ്. അപ്പോൾ അങ്ങനെ ആനക്കോട്ടയിൽ ഈ 38 ആനകളുമായിട്ട് പുന്നത്തൂർ കോവിലകം ആണ് കാണുന്നത്. പുന്നത്തൂർ കോട്ട വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു പ്ലോട്ടായിരുന്നു ഇത്. അതിനകത്ത് കാണുന്ന 4 കെട്ട് ഇതായിരുന്നു. ഇതിനകത്തുള്ള നടുമുറ്റത്തുള്ളൊരു കുളവും അതിനകത്തൊരു ക്ഷേത്രവുമൊക്കെ നമുക്ക് വടക്കൻ വീരഗാഥയിൽ കാണാം. കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണെന്ന് ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്തി അത് ചെയ്തത്. ഈ പുന്നത്തൂർ കോട്ടയ്ക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ മുന്നിൽ വലിയൊരു നാടകശാല ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് കഥകളി സംഘം ഉണ്ടായിരുന്നു. പുന്നത്തൂർ രാജാക്കന്മാർക്ക് സ്വന്തമായിട്ടൊരു കഥകളി കോപ്പും കഥകളി സംഘവും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ റിനോവേഷൻ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വലിയ തട്ടും പന്തലും ഒക്കെ ഇട്ടിട്ട് കോട്ട മൊത്തത്തിൽ നവീകരിക്കുകയാണ്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പുന്നത്തൂർ കോട്ടയിൽ ഒരുപാട് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ചുറ്റുഭാഗത്തുള്ള ആനകളാണ് നമ്മൾ കാണുന്നത്. ഏതാണ്ട് ഇടിഞ്ഞു വീഴാറായൊരവസ്ഥയിലായിരുന്നു കോട്ട. അപ്പോൾ ദേവസ്വം പല ഘട്ടങ്ങളിലായിട്ട് അതിൻ്റെ റെനോവേഷൻ പ്രോജക്ട്സൊക്കെ നടത്താൻ ശ്രമിച്ചെങ്കിൽ ഇപ്പോഴാണ് അത് നടക്കുന്നത്. ഒരു ഭക്തൻ്റെ വഴിപാടായിട്ട് 7 കോടി രൂപയോളം മുടക്കിയിട്ടാണ് ഇത് റിനോവേറ്റ് ചെയ്യുന്നത്. മുഴുവൻ തേക്കുതടിയിലാണ് റിനോവേറ്റ് ചെയ്യുന്നത്. 2 വർഷം കൊണ്ട് അതിൻ്റെ പണി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ ആളുകൾ ഇരിക്കുന്ന ഈ ഭാഗം ഈ കോവിലകത്തിൻ്റെ മുൻവശമായിരുന്നു. കോവിലകത്തിൻ്റെ മുൻവശം എന്ന് പറഞ്ഞാൽ അതൊരു നാടകശാലയായിരുന്നു. അതായത് ചെറിയ പ്രോഗ്രാംസൊക്കെ നടത്താൻ പറ്റിയൊരു നാടകശാലയായിരുന്നു. അപ്പോൾ സ്വന്തമായിട്ട് ഇവിടെ കഥകളി മിക്കവാറും ദിവസങ്ങളിൽ കഥകളി അരങ്ങേറിയിരുന്നു അക്കാലത്ത്. ഇത് ഒരു കാറ്റത്തും മഴയത്തും ഒരു 25 വർഷം മുമ്പ് വീണു പോയതാണ് ഈ നാടകശാല. അവിടെ ഇരിപ്പിടങ്ങൾ പഴയ പരമ്പരാഗത ശൈലിയിലുള്ള ഇരിപ്പിടങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ആ നാടകശാല എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നീണ്ടിട്ട് ഒരു നടപ്പുര മാതിരി ഈ അറ്റം വരെ നീണ്ടിട്ട് മേൽഭാഗം ഉണ്ടായിരുന്നു. അത് കാറ്റത്തും മഴയത്തും വീണു പോയതാണ്. അത് പിന്നീട്
പുനർനിർമ്മിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണത്തെ ഈ റിനോവേഷനകത്തത് പുനർനിർമ്മിക്കുമെന്നാണ് ഗുരുവായൂർ ദേവസ്വം അറിയിച്ചിട്ടുള്ളത്. ഇന്ദ്രസൻ്റെ കുളി കഴിഞ്ഞിട്ട് ഇന്ദ്രസൻ കടന്നു വരുന്നതാണ് കാണുന്നത്. എന്തൊരു ചന്തമാണെന്ന് നോക്കൂ. ഇന്ദ്രസൻ്റെ വരവ് എത്ര ഭംഗിയാണെന്ന് നോക്കൂ. അപ്പോൾ ഇന്ദ്രസൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് തീറ്റ എടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ആന അവിടെ ഈ കോവിലകത്തിൻ്റെ വടക്കിന് മുറ്റത്താണ് ആനയ്ക്ക് വേണ്ടിയിട്ടുള്ള പനമ്പട്ടയൊക്കെ ഇട്ടിരിക്കുന്ന പനമ്പട്ട എടുക്കാൻ വേണ്ടിയിട്ടുള്ള വരവാണ്. വളരെ മികച്ചൊരു ആനയാണ് ഇന്ദ്രസൻ. അപ്പോൾ ഈ ആനക്കോട്ടയിൽ ഇപ്പം 38 ആനകളുണ്ട്, 150ഓളം പാപ്പാന്മാരുണ്ട്, 2 ക്ഷേത്രമുണ്ട്, ക്ഷേത്രക്കുളങ്ങളുണ്ട്, ആനകൾക്ക് കുളിക്കാനുള്ള കുളമുണ്ട്, വെള്ളമുണ്ട്, വാട്ടർ ഷവറുണ്ട്. പ്രായപൂർത്തിയായിട്ടുള്ള ആനകളെ അല്ലെങ്കിൽ പ്രായാധിക്യമുള്ള ആനകളെ പ്രത്യേകം സംരക്ഷിക്കുന്നുണ്ട്. നന്ദിനി എന്നൊരാനയ്ക്ക് ഏറ്റവും ഗജമുത്തശ്ശിയാണ് നന്ദിനി. നന്ദിനിക്ക് എത്രയോ കാലമായി ചികിത്സ തുടങ്ങിയിട്ട്, അതിൻ്റെ പാദരോഗം മാറുന്നതിന് വേണ്ടിയിട്ടും മറ്റുമുള്ള ചികിത്സ തുടങ്ങിയിട്ട് കാലങ്ങളേറെ ആയിട്ടുണ്ട്. ഈ 2 വർഷത്തിനുള്ളിൽ ഈ കോവിലകം പുനർനിർമ്മിച്ച് അതിമനോഹരമായിട്ടുള്ള ഒരു സങ്കേതമായിട്ട് മാറും. ഇതിനകത്ത് നടുമുറ്റവും